പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കേരളത്തിലെ 4 യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, ഈ 4 യൂണിവേഴ്സിറ്റികളിലും BEd കോഴ്സുകൾക്കുള്ള അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കുമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഫീസ് എത്രയാണ്. ഇതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിൽ പൊതുവെ PG ഡിഗ്രിയേക്കാളും കൂടുതൽ ഫീസുള്ള ഒന്നാണ് BEd എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ BEd കോഴ്സിന്റെ നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ട്യൂഷൻ ഫീസാണ്. അതിനപ്പുറത്തേക്ക് അഡ്മിഷൻ സമയത്ത് പല ചെറിയ ചെറിയ ഫീസ്, സ്പെഷ്യൽ ഫീസ്, യൂണിയൻ ഫണ്ട്, ആ ഫീസല്ല, ട്യൂഷൻ ഫീസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ട്യൂഷൻ ഫീസിന്റെ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റി ബേസിൽ നമ്മൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അപ്പോൾ വിവിധ അഡ്മിഷനുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഓക്കെ, നമുക്ക് അതിലേക്ക് നോക്കാവുന്നതാണ്. ആദ്യം നമുക്ക് യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ഇതിൽ നമ്മൾ മനസ്സിലാക്കുകയാണ് ഗവൺമെന്റ് എയ്ഡഡ് കോളേജിലെ ട്യൂഷൻ ഫീസ് 2100 ഇത് തന്നെ ഈ ഗ്രാൻഡ് പേ ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ഫീ റിഡക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകൾ യൂണിവേഴ്സിറ്റി കേരളയിലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് 2100. ആദ്യം തന്നെ പറയാം, അഡ്മിഷൻ 2100 മാത്രം കൊണ്ട് പോയിട്ട് കാരണം അതിനപ്പുറത്തേക്ക് സ്പെഷ്യൽ ഫീസ്, യൂണിയൻ ഫണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ചെറിയ ചെറിയ ഫീസുകൾ ഉണ്ടാവും. BEd ആയതുകൊണ്ട് യൂണിഫോം ഫീസ്, അങ്ങനെ പല ഫീസുകളുണ്ടാവും. ഇത് ട്യൂഷൻ ഫീസ് എന്നുള്ള നിലക്കിലുള്ള ഫീസാണ്. അതാണ് സെൽഫ് ഫിനാൻസിങ്ങിലെ വിദ്യാർത്ഥികളും നിങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനി നമ്മൾ സെൽഫ് ഫിനാൻസിങ് കോളേജിലെയും യൂണിവേഴ്സിറ്റി സെൻട്രലിലെയും ഫീസാണ് പറയുന്നത്. സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ആസ് പെർ ഗവൺമെന്റ് നോംസ് എന്ന് ആണ് പ്രോസ്പെക്ടസുകൾ. ഗവൺമെന്റ് നോംസിലെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും മെറിറ്റ് സീറ്റിൽ 45,000 രൂപയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ കേരള യൂണിവേഴ്സിറ്റിയിലും ഇവിടെ 45,000 രൂപ ആകാനാണ് സാധ്യത. യൂണിവേഴ്സിറ്റി സെൻട്രൽ മെറിറ്റ് സീറ്റിൽ 35,000, മാനേജ്മെന്റ് സീറ്റ് 50,000 എന്ന് അതിൽ കാണുന്നുണ്ട്. ഇത് ഈ യൂണിവേഴ്സിറ്റി സെൻട്രലിലെ ഫീസ്. ഇത് സെൽഫ് ഫിനാൻസിങ് കോളേജിലായിരിക്കും മാനേജ്മെന്റ് സീറ്റിൽ 50,000 ഉണ്ടായിരിക്കും. അങ്ങനെയാണ് പ്രോസ്പെക്ടസിലുള്ളത്. ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ എത്തുമ്പോൾ ഗവൺമെന്റ് എയ്ഡഡ് കോളേജിൽ 2100 സെൽഫ് ഫിനാൻസിങ് കോളേജിൽ 45,000 മെറിറ്റ് സീറ്റ്, യൂണിവേഴ്സിറ്റി സെന്ററിലും 45,000. MG യൂണിവേഴ്സിറ്റിയിൽ മെറിറ്റ് സീറ്റിൽ 45,000, മാനേജ്മെന്റ് സീറ്റിൽ 60,000. യൂണിവേഴ്സിറ്റി സെന്ററിൽ 45,000 ഫീസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ 45,000 രൂപ മെറിറ്റ് സീറ്റിൽ, 60,000 മാനേജ്മെന്റ് സീറ്റ്. ഈ മെറിറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ 2 സീറ്റ് ഉണ്ടാവും, മെറിറ്റ് സീറ്റും മാനേജ്മെന്റ്. അപ്പൊ മാനേജ്മെന്റ് സീറ്റിലേക്ക് നമ്മൾ അവിടുത്തെ മാനേജ്മെന്റ് സീറ്റിലൂടെയാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ അതിന് 60,000 രൂപ കൊടുക്കണം എന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു വർഷത്തെ ഫീസ് ആട്ടോ. ഇത് ഒരു വർഷത്തേക്കുള്ള ഫീസാണ്. അടുത്ത വർഷം ഇതേപോലെ ഈ ഫീസ് അടക്കണം. ട്യൂഷൻ ഫീസ് 2 വർഷവും അടക്കേണ്ട ഫീസാണ്. 52,030 രൂപയാണ് യൂണിവേഴ്സിറ്റി സെന്ററിലെ ട്യൂഷൻ ഫീസ്. ഓക്കെ, ഇത് 2 വർഷവും അടക്കേണ്ട ഫീസാണ്. അപ്പം ഇതാണ് ട്യൂഷൻ ഫീസുമായി ബന്ധപ്പെട്ട വളരെ കൃത്യമായിട്ടുള്ള കാര്യം നിങ്ങളുമായി പങ്കുവെക്കാനുള്ള. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കും, ഡൊണേഷൻ നിയമപരമായിട്ട് തെറ്റുള്ള കാര്യമാണ്, അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. ഓക്കെ, താങ്ക് യു.